വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രതീക്ഷയിലും ഒരുപോലെ ആശങ്കയിലുമാണ് സർക്കാർ ജീവനക്കാർ. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ആശങ്ക. ധവളപത്രത്തിലെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള ശുപാർശയെ ജീവനക്കാർ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. സർക്കാർ ജീവനക്കാർക്കായി ആദ്യ ബജറ്റിൽ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. ആ വിസ്മയങ്ങൾക്കായി കണ്ണുനട്ടിരിക്കുകയാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ. പെൻഷൻ പ്രായം ഉയർത്താനുള്ള ധവളപത്രത്തിലെ ശുപാർശ ജീവനക്കാർക്ക് പ്രതീക്ഷ നൽകുന്നതാണെങ്കിലും അത്തരമൊരു പ്രഖ്യാപനം വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ഉണ്ടാകാനിടയില്ല. പെൻഷൻ ഏകീകരണത്തിനായി സമിതിയെ വെച്ചേക്കുമെന്നാണ് സൂചന. കുടിശ്ശികയില്ലാതെ ക്ഷാമബത്ത നൽകുന്നതിനൊപ്പം ഒരു ഗഡു മുൻകൂറായി നൽകാനുള്ള പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടായേക്കും. ഭവന വായ്പാ പദ്ധതി പുനഃസ്ഥാപിക്കാനുള്ള പ്രഖ്യാപനം ജീവനക്കാർ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പിണറായി സർക്കാർ കമ്മീഷനെ നിയോഗിച്ചെങ്കിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ശമ്പള പരിഷ്കരണത്തിന് സാധ്യതയില്ല. പകരം അടിസ്ഥാന ശമ്പളത്തിൽ ക്ഷാമബത്ത ലയിപ്പിക്കാനുള്ള പ്രഖ്യാപനം ഉണ്ടായേക്കും. ഏറ്റവും വലിയ ആശങ്ക 10 വർഷത്തിലേക്ക് ഒരിക്കലേ ശമ്പള പരിഷ്കരണം ഉള്ളൂ എന്ന് പറഞ്ഞതാണ്. ക്ഷാമബത്ത അഡ്ജസ്റ്റ് ചെയ്ത് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമെന്നാണ്. അതൊരു നീതിപരമായ പരിപാടിയല്ല. കേരളത്തിന്റെ ഒരു ചരിത്രം 5 വർഷത്തിലേക്ക് ശമ്പള പരിഷ്കരണമാണ്. അതിന്റെ മെച്ചം സമൂഹത്തിനകത്ത് കിട്ടിയിട്ടുണ്ട്. അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കാനുള്ള പിണറായി സർക്കാർ തീരുമാനം വി.ഡി. സതീശൻ സർക്കാർ ഒഴിവാക്കാനാണ് സാധ്യത. പകരം നിലവിലെ പങ്കാളിത്ത പെൻഷനിലേക്കുള്ള സർക്കാർ വിഹിതം അടിസ്ഥാന ശമ്പളത്തിന്റെ 10% നിന്ന് 14% ഉയർത്താനുള്ള ആലോചനയുമുണ്ട്. UDFനെ അധികാരത്തിലെത്തിക്കുന്നതിൽ സർക്കാർ ജീവനക്കാർ വഹിച്ച പങ്ക് ചെറുതല്ല. അവർക്കായി ബജറ്റിൽ എന്തൊക്കെ വിസ്മയങ്ങൾ വി.ഡി. സതീശൻ കരുതി വെച്ചിട്ടുണ്ടാകും എന്നതിലാണ് ആകാംക്ഷ. തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോട്, മീഡിയ 1.